ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷൻ ആയിരിക്കും കാണിക്കുക. അവിടെ നറൂട്ടോ, ഷിക്കമാരു, സായ്, കൊനഹമാരു അവരെല്ലാവരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അവനിങ്ങനെ ചേഞ്ച് ആവുമെന്ന് അവരാരും തന്നെ കരുതിയിരുന്നില്ല. ആരുടെ ടീമിൽ ചേർന്ന് അവൻ ബാഡ് ആയതിനെ ഓർത്ത് ഇപ്പൊ നറൂട്ടോയ്ക്ക് ഒരുപാട് വിഷമം തോന്നും. അതിന് കൊനഹമാരു പറയും, അവസാന സമയത്ത് അവൻ ബൊറൂട്ടോയെ രക്ഷിച്ചു. ഒരു ഷിനോബിയായി തന്നെയാണ് അവൻ മരിച്ചത്. പക്ഷേ ആ കാറ അവൻ നിസ്സാരക്കാരനല്ല. ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന ആ പയ്യൻ, അവനുമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അവനെ ഒരു വെസലായിട്ടാണ് കാറ കാണുന്നത്. അവർ ആ എയർഷിപ്പിൽ കൊണ്ടുവന്നത് അവനെയാണ്. മാത്രമല്ല ആ എയർഷിപ്പിൽ നിന്ന് ഞാൻ ചില ഡാറ്റാസ് കളക്ട് ചെയ്തിരുന്നു. അത് ഈ പെൻഡ്രൈവില് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കൊനഹമാരു ആണെങ്കിൽ ആ പെൻഡ്രൈവ് നറൂട്ടോയുടെ കയ്യിലേക്ക് കൊടുക്കും. നറൂട്ടോ ആ പയ്യനെ കുറിച്ച് ചോദിക്കും. അതിന് ഷിക്കമരു പറയും, ആക്ച്വലി സേഫ്റ്റി പർപ്പസിന്റെ ഭാഗമായിട്ട് അവനെ വില്ലേജിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവനെ നമ്മുടെ ലാബിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് വില്ലേജിലേക്ക് കൊണ്ടുവരാം. അതിനെല്ലാവരും ഓക്കെ പറയും. കൊനഹമാരു ആണെങ്കിൽ വീണ്ടും ചില കാര്യങ്ങൾ കൂടെ അവരോട് പറയും. ആക്ച്വലി അവയെ കൊന്നത് ഗോജിക് എന്ന് പറയുന്ന ഒരുത്തനാണ്. അവന് നമ്മളുടെ റെസറങ്ങൻ ടെക്നിക്ക് അത് യൂസ് ചെയ്യാൻ അറിയാം. മാത്രമല്ല അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ പയ്യനെ അവിടുന്ന് കൊണ്ടുപോവുക എന്നതാണ്. ആ പയ്യന്റെ ബോഡിയിൽ ഒരു പ്രത്യേകതരം പവറുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, അതേ പവർ തന്നെയാണ് ബൊറൂട്ടോയുടെ ബോഡിയിലുള്ളത്. ഗോജിക്കാണെങ്കിൽ ബൊറൂട്ടോയുടെ കയ്യിലെ ആ ഒരു പവർ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാതെ അവിടുന്ന് കടന്നുപോയി. ആ പയ്യന്റെയും ബൊറൂട്ടോയുടെയും പവർ അതങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സിങ്കായി വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. കാരണം റെസറങ്ങൻ പവർ അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. വില്ലേജിന്റെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പവറാണത്. കട്ട് ചെയ്താ ഇപ്പൊ കവാക്കിയെ കാണിക്കും. അവനാണെങ്കിൽ ആ ലാബില് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ അവന്റെ ബോഡിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ഡോക്ടർ കട്ടാസ്കിയോടും ഇപ്പൊ നമ്മുടെ ആൾക്കാരോടും പറയും. ആക്ച്വലി ഇവൻ വളരെ ഡിഫറെന്റ് ആണ്. അവന്റെ ബോഡിയിൽ റീജനറേറ്റിംഗ് പവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അപകടം പറ്റിയ ഞൊടിയിടയിൽ അവനെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. ആ പവർ ഉപയോഗിച്ചാണ് അവനെ ഹീലാക്കുന്നതും മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷനായി അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യിലുള്ള അതേ കർമ്മ പവർ തന്നെയാണ് ആ പയ്യന്റെ കയ്യിലുള്ളത്. എങ്കിലും എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പവർ കിട്ടിയിട്ടുണ്ടാവുക? അതിന് കട്ടാസ്കി പറയും, ലോഡ് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും എന്ത് സീക്രട്ട് ആണെങ്കിലും ഞാൻ കണ്ടെത്തും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചക്ര പവർ വെച്ചല്ല അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അതിന് ബൊറൂട്ടോ പറയും, എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനില്ല. അവൻ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ? അതാണ് എനിക്ക് ആദ്യം കണ്ടെത്തേണ്ടത്. ശത്രുവാണെങ്കിൽ അവൻ വലിയൊരു അപകടകാരിയാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കട്ടാസ്കി ഡോക്ടർ ആണെങ്കിൽ അസിസ്റ്റന്റ് പെണ്ണിനോടും ക്ലാസ് റെപ്പിനോടും അവരോട് രണ്ടുപേരോടും പറയും, നിങ്ങൾക്കാണ് അവന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി. ഇപ്പോഴും അവന്റെ മേലെ ഒരു കണ്ണുണ്ടാവണം. ഒരു കാരണവശാലും അവനും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അത് പറയേണ്ട താമസം ഇപ്പൊ കട്ടാസ്കിയുടെ റൂമിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കും. CCTV-യിലൂടെ അവിടെ എന്താ നടക്കണമെന്ന് ചെക്ക് ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബെഡും കട്ടിലും ഫർണിച്ചേഴ്സും എല്ലാം തന്നെ തകർത്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഡോറിൽ അറഞ്ച് പുറഞ്ചും ഞെട്ടിക്കും. അവന്റെ കയ്യിൽ ഓൾറെഡി ആ ഒരു ഹാൻഡ് കഫ് അതുള്ളത് കൊണ്ട് തന്നെ അവനെ കൊണ്ട് പവർ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ടാസ്കി ഡോക്ടർ ആണെങ്കിൽ അകത്തുള്ളൊരു ഫോഗ് അതൊക്കെ ഓപ്പൺ ചെയ്ത് അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അപ്പോഴും പിന്മാറാതെ ഡോറിൽ നിർത്താതെ ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ ബോധം നശിച്ച് താഴേക്ക് വീഴാണ്. കട്ട് ചെയ്താൽ വീണ്ടും അവൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ആ ഓജി വില്ലൻ അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പപ്പയോട് സംസാരിച്ച് കവാക്കിയുടെ അടുത്തേക്ക് വരും. ഇന്നു മുതൽ ഞാനാണ് നിന്റെ പപ്പ, നീ എന്നോടൊപ്പം ആയിരിക്കും ഇനി മുതൽ ജീവിക്കാന്ന് പറയും. കവാക്കി ആണെങ്കിൽ ജീവനെ കാണേണ്ട താമസം അങ്ങനെ പേടിച്ച് വിറയ്ക്കും. അടുത്ത നിമിഷം കവാക്കി ഞെട്ടി എഴുന്നേക്കുകയാണ്. അവൻ ചുറ്റും നോക്കും. അവൻ തകർത്തിട്ട കട്ടിലും ബെഡും ഒക്കെ തന്നെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. കവാക്കി ഇപ്പോൾ ബെഡിൽ കിടക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ അവൻ നിസ്സഹായനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ബൊറൂട്ടോ ആ ടീം ഡോറൊക്കെ തുറന്ന് അവനെ കാണാൻ അവിടേക്ക് എത്തുക. ആ ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ ഇപ്പോൾ അവന് കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കും. അവന്റെ കയ്യിൽ ഹാൻഡ് കഫ് ഉള്ളതുകൊണ്ട് തന്നെ അവന് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം അവൻ അവളെ തട്ടിയെറിയാണ്. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണല്ലേ? ഈ ഫുഡിൽ വിഷം ചേർത്ത് തന്ന് എന്നെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കണേ. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. അയ്യോ ഇല്ല, ഞങ്ങൾ ഒരിക്കലും നിന്നെ കൊല്ലില്ല.
ആ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ്. അല്പസമയം കഴിഞ്ഞ് തീർച്ചയായിട്ടും നിന്നെ റിലീസ് ചെയ്യുന്നു പറഞ്ഞ് ബൊറൂട്ടോ അവനെ ടച്ച് ചെയ്യും. ബൊറൂട്ടോ അവനെ ടച്ച് ചെയ്യേണ്ട താമസം അവൻ വേദനയാൽ അങ്ങനെ ഞെരങ്ങാണ്. അത് കണ്ട് ബാക്കിയുള്ളവർ ബൊറൂട്ടോട് കൈയെടുക്കാൻ പറയും. ഒക്കെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ നിശബ്ദനായി നിൽക്കും. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് പോവും. കവാക്കി അല്പസമയം എന്തൊക്കെ ആലോചിച്ച് നിൽക്കും. അതിനുശേഷം ക്യാമറയിലേക്ക് നോക്കി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വിളിക്കും. ബൊറൂട്ടോ, നിങ്ങൾ എത്രയും വേഗം എന്റെ റൂമിലേക്ക് വരണം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വല്ലാത്തൊരു സന്തോഷവും പ്രതീക്ഷയൊക്കെ തോന്നി അവരെല്ലാവരും ഇപ്പൊ സെല്ലിന്റെ അകത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം തന്നെ അവരും കവാക്കിയും പുറത്തേക്ക് വരും. കവാക്കി പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അതിന് കൺഫ്യൂസ്ഡ് ആയിട്ട് ബൊറൂട്ടോ ചോദിക്കും, എവിടേക്കാണ്? ബാത്റൂമിലേക്കാണോ? അതിന് കവാക്കി മറുപടി ഒന്നും പറയാതെ അങ്ങനെ മുൻപോട്ടേക്ക് പോവാണ്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോടും സബോർഡിനേറ്റ്സിനോടും യാത്ര പറഞ്ഞ് ട്രെയിനിൽ കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എനിക്കിപ്പോൾ വേറെ വഴിയില്ല, ഞാൻ ഹൊക്കാഗെയാണ്. കവാക്കിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനായിട്ട് കഴിയില്ല. എനിക്കവനെ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൊക്കാഗ ട്രെയിനിലേക്ക് കയറും. നറൂട്ടോടൊപ്പം സായും ആ ട്രെയിനിലേക്ക് കയറും. കട്ട് ചെയ്ത ഇവിടെ കവാക്കി അവനാണെങ്കിൽ ഓരോ ഫ്ലോറിലൂടെയും കയറുമ്പോൾ ഓരോരോ റൂമിലുമുള്ള സയന്റിഫിക് ടൂൾസും ടെക്നിക്സും അതെല്ലാം തന്നെ കാര്യമായിട്ട് നിരീക്ഷിക്കുകയാണ്. അതിലൊരു റൂമിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒന്ന് കാണും. അവൻ അതിലേക്ക് തന്നെ കണ്ണും തുറപ്പിച്ച് നോക്കി നിൽക്കും. അതിന് ബൊറൂട്ടോ വിളിച്ചു പറയും, ഹലോ കവാക്കി, നിനക്ക് പോകേണ്ടത് ബാത്റൂമിലല്ലേ? ബാത്റൂം അവിടെയല്ല, അത് ഇവിടെയാണെന്ന് പറഞ്ഞു വിളിക്കും. കവാക്കിയാണെങ്കിൽ അതിന് മറുപടി പറയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് രണ്ട് സയന്റിസ്റ്റുകൾ കുറച്ച് സ്മോക്ക് ബോംബൊക്കെ എടുത്ത് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വരും. അത് കാണേണ്ട താമസം കവാക്കിയുടെ തലയിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുകയാണ്. അവർ ക്ലോസ് എത്തേണ്ട താമസം കവാക്കി നൈസായിട്ട് ആ ഒരു സയന്റിസ്റ്റുകളുടെ ദേഹത്തേക്ക് ആഞ്ഞ് തട്ടുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്മോക്ക് ബോംബുകൾ അത് താഴെ വീണ് ഓരോ ഭാഗത്തേക്ക് ചെതറും. ഉടനെ സാറുടെ ആണെങ്കിൽ ആ സയന്റിസ്റ്റുകളുടെ അടുത്തേക്ക് ഓടിയെത്തും. ഓ നോ, ഐ എം റിയലി സോറി, ആക്ച്വലി അവൻ അറിയാതെ പറ്റിയതാണ്, കുഴപ്പമില്ല, ഇതെല്ലാം ഇതുപോലെ എടുത്തു വെക്കാന്ന് പറഞ്ഞ് സാറുടെ ആണെങ്കിൽ അതൊന്നൊന്നായിട്ട് എടുത്തു വെക്കും. മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവനുമായി ബാത്റൂമിലേക്കും വരും. ബാക്കിയാണെങ്കിൽ അവരോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് പ്രൈവസി താ. അതിന് ബൊറൂട്ടോ അടിച്ചു പറയും, ഒരു കാരണവശാലും നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല. അതിന് അവനാണെങ്കിൽ അങ്ങനെ പല്ല് കടിച്ചു നിന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു സ്മോക്ക് ബോംബ് എടുത്ത് അവിടേക്ക് വലിച്ചെറിയും. അടുത്ത നിമിഷം ആ സ്മോക്ക് ബോംബ് അത് പൊട്ടി അങ്ങ് തെറിക്കുകയാണ്. ആ ഗ്യാപ്പിൽ അവൻ അവിടുത്തെ രക്ഷപ്പെട്ടു പോകും. ശബ്ദം കേട്ട് സാറഡ അവൾ ഓടിയെത്തും. ബാത്റൂമിലാണെങ്കിൽ മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ മാത്രമേ ഉള്ളൂ. അവൾക്ക് കാര്യം മനസ്സിലാവും അവൻ രക്ഷപ്പെട്ടു പോയെന്ന്. ഉടനെ സാറുടെ ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയ കാര്യം വിളിച്ചു പറഞ്ഞ് മുൻപോട്ടേക്ക് ഓടും. അവിടെയാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും അലാം മുഴങ്ങാൻ തുടങ്ങുകയാണ്. ഡോക്ടർ കട്ടാസ്കിക്കും അസിസ്റ്റന്റ് പെണ്ണിനും കാര്യം മനസ്സിലാവും. അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. മാത്രമല്ല അവൻ പോകുന്നതിന് മുൻപ് സയന്റിഫിക് നിഞ്ച ടൂളിൽ ഏതോ ഒരെണ്ണം അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ക്ലാസ് റെപ്പ് പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ആ നോയി ആനിമലിനെ ആഴ വിട്ട് കവാക്കിയെ കണ്ടെത്താൻ മുൻപോട്ടേക്ക് ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ കവാക്കി അവനാണെങ്കിൽ ഈസി ഡക്റ്റിലൂടെ ഓരോരോ ഭാഗത്തേക്ക് പോവാണ്. അവന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും എക്സിറ്റ് കണ്ടെത്തി പുറത്ത് കടക്കുക എന്നതാണ്. കവാക്കിക്കാണെങ്കിൽ ഇപ്പൊ ദൂരത്തായിട്ടൊരു സ്റ്റെയർ കാണും. അവൻ നൈസായിട്ട് ആ സ്റ്റെയറിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ക്ലാസ് റെപ്പ് പെണ്ണിന് അവൻ രക്ഷപ്പെടാൻ പോകുന്ന ആ പ്ലാൻ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അവളും ഇപ്പൊ അതേ സ്റ്റെപ്പിലേക്ക് ഓടി വന്ന് അവന്റെ തൊട്ട് മുൻപിലെത്തും. അവളെ കാണേണ്ട താമസം അവൻ ദേഷ്യപ്പെട്ടു പറയും, മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി കൊല്ലും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണ് അവളങ്ങനെ ചാടി വന്ന് അവനെ ചവിട്ടി താഴെയിട്ട് മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവൻ മോഷ്ടിച്ചെടുത്ത ഒരു സയന്റിഫിക് ടൂള് അതുപയോഗിച്ച് അവൻ അവളെ തെറിപ്പിക്കും. അവൻ അവളെ ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. അത് കണ്ടുവന്ന നോയി ആനിമൽ അതൊരു മോൺസ്റ്ററായി മാറി അവന്റെ കയ്യിൽ കടിക്കും. ക്ലാസ് റെപ്പ് വേണ്ടാണെങ്കിൽ നിലവിളിക്കും. പക്ഷെ അപ്പോഴേക്കും ഈ ആനിമൽ കടിച്ച് അവനെ ദൂരേക്ക് വലിച്ചെറിയാണ്. ആ ഒരു കടിയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് തകരും. മാത്രമല്ല അവന്റെ കയ്യിൽ നല്ല രീതിയിൽ പരുക്കുപറ്റി ചോര അങ്ങനെ തുളുമ്പാണ്. അവൻ ബാക്കിയുള്ള കഫിന്റെ ഭാഗങ്ങൾ അതങ്ങനെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഞൊടിയടയിൽ രക്ഷപ്പെട്ടു പോകും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ കണ്ടെത്താനാവാതെ ടെൻസ്ഡായിട്ട് നിൽക്കുകയാണ്. അതേസമയം കവാക്കി അവൻ ഓരോ തുളുമ്പുന്ന അവന്റെ കൈയുമായി പുറത്തേക്ക് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.